ഇലകളറിയുമോ ഇളം പൂക്കൾ പാടുമോ തിന്നലിനുള്ളിലേഴും തീരാമോഹം നുരകളറിയുമോ കുളിരലകൾ കാണുമോ കരളിനുള്ളിലേഴും തീരാദാഹം. ഹലോ, ഈ പാട്ട് ഇട്ടിട്ട് ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ ചെയ്തിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ, പ്രിൻസസ് കട്ടിൽ പറഞ്ഞ ബ്ലൗസാണ്. അതിൽ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ട് ചെറിയ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. ഞാൻ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അനീത്തിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഞാൻ പാറ്റേൺ തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു നോർമൽ 2x2 ഒക്കെ പോലത്തെ തുണിയാണ്. 1 മീറ്ററാണ് ക്ലോത്ത് ഉള്ളത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു മേക്കിംഗ് വീഡിയോ എന്നുള്ള രീതിക്ക് നമുക്ക് ഈ വീഡിയോ കൊണ്ടുപോകാം. ഞാനപ്പം മറ്റേ പാണ്ട ചോക്ക് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ മാർക്കിംഗ് ലൈൻസ് കൃത്യമായിട്ട് കാണാത്തത്. പിന്നെ ഈ തുണി വൈറ്റ് ആയതുകൊണ്ടും നിങ്ങൾക്ക് ആ ലൈൻ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് കളർ ചോക്ക് എടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചോക്കിൻ്റെ മാർക്ക് 1 വാഷ് 2 വാഷ് കഴിഞ്ഞാലൊക്കെയാണ് പോവുള്ളൂ. അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് മാർക്കിംഗ് ലൈൻസൊക്കെ കാണിച്ചു തരാനായിട്ട് ശ്രമിക്കാം. ഇതിപ്പോൾ ഞാൻ പ്രിൻസസ് കട്ടിൽ തുന്നുന്ന ബ്ലൗസ് നോർമലി നമ്മൾ താഴെ വരെ സ്ട്രെയിറ്റ് ഒറ്റ പീസിലല്ല ബാൻഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. ബാൻഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഒരു ചില സമയത്ത് ഇങ്ങനെ തോന്നില്ലേ, പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇടുന്ന സമയത്തേക്ക് വല്ലാണ്ടങ്ങ് പതിഞ്ഞ് പോകുന്ന പോലെ ചെസ്റ്റിൻ്റെ പോർഷൻ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് കേട്ടോ ബാൻഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യണത്. ഇഷ്ടമുള്ള പോലെ തുന്നാൻ, മറ്റതും നല്ലത് തന്നെയാണ്. ഇത് എനിക്ക് കുറച്ചും കൂടെ ആ ഒരു പതിഞ്ഞു പോകുന്ന ഫീൽ ഇല്ലാതെ നന്നായിട്ടിരിക്കുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ പാറ്റേൺ വെച്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ അതിൽ അലവൻസും കൂടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നാണ് ആക്ച്വലി ഞാൻ ഡിസൈൻ വരയ്ക്കണതും ഹാൻഡ് പെയിൻറ്റ് ചെയ്ത് എടുക്കണതൊക്കെ. അപ്പം ഇപ്പം നിവർത്തി വെച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്കും കൂടെ മാർക്കിങ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് സൂക്ഷിച്ച് നോക്കി കാണുന്നില്ലേന്ന്. 2 സ്ലീവ് വരച്ചിട്ട് നമുക്ക് ഈ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ചില ഡിസൈൻസ് അല്ലെങ്കിൽ ചില ഡ്രോയിങ്സ് തുന്നുന്നതിന് മുന്നേ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ടി വരും. ചിലത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വരച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മുടെ സൗകര്യം കൂടെ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ആരി വർക്കാണെങ്കിലും ബീഡ് വർക്കാണെങ്കിലും എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പം ഞാൻ കുറച്ച് വാഗപ്പൂക്കളാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വൈറ്റ് മറ്റേ നമ്മുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ അല്ലെങ്കിൽ വൈറ്റ് ഹീറ്റ് റേസബിൾ റീഫിലുണ്ടല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും വൈറ്റ് വെച്ചിട്ട് തന്നെ കൊടുക്കാൻ നിവർത്തി ഉണ്ടായുള്ളൂ. കാരണം നമുക്ക് ആ ലൈനൊന്നും വേണ്ട. ഒരു ചോക്ക് വെച്ചിട്ടോ വേറൊരു ഇത് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പെയിൻറ്റ് ചെയ്തതിൻ്റെ ഇടയിൽ കൂടെ അത് കണ്ടിട്ടൊരു അഭംഗിയാവണ്ടല്ലോ, അങ്ങനെയും കൂടെ വിചാരിച്ചിട്ടാണ്. ഇതാകുമ്പോൾ അയൺ ചെയ്ത് അതങ്ങ് പൊക്കോളും. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ സ്പീഡാക്കിയിട്ടുണ്ട്, സോ ദാറ്റ് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും, എന്നാൽ അത്ര വലിയ ബോറടിയും വേണ്ടെന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പം ഒരു പ്രീ ഡ്രോയിങ് ഇല്ലാതെ ക്ലോത്തിലേക്ക് ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് കേട്ടോ എപ്പോഴും നല്ലത്. പക്ഷേ നമ്മളതിന് മാത്രം ഒരു എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ചില സമയത്ത് നമുക്ക് ഔട്ട്ലൈൻ ഡ്രോയിങ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഡാർക്ക് ലൈൻസ് ഇല്ലാതെ ഒന്നൊരു വെറുതെ നമുക്കൊന്നൊരു ഏകദേശ രൂപം കിട്ടാൻ മാത്രം ഉള്ള ഒരു ഔട്ട്ലൈൻ കൊടുത്താൽ മതി കേട്ടോ. കഴിഞ്ഞ തവണ കണിക്കൊന്ന പെയിൻറ്റ് ചെയ്ത സമയത്ത് നമ്മളങ്ങനെ ഒരു ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ ഞാൻ 3-4 പ്രാവശ്യം റഫായിട്ടത് പ്രാക്ടീസ് ചെയ്തിരുന്നു. ഇതിലിപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ഈ തുണിയിലോട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഞാൻ വരച്ചിട്ട് ഡ്രോയിങ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഫിഗർ എന്താ പറയുക, അങ്ങനെ ഭയങ്കര മനോധർമ്മത്തിൽ ചെയ്യാൻ മാത്രമുള്ള ഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. ബൈ പ്രാക്ടീസ് നമുക്കത് പറ്റും കേട്ടോ. നമ്മൾ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യും, അങ്ങനത്തെ കുറേ പെയിൻറ്റിങ്സ് റെഫറൻസ് എടുത്ത് വെച്ചിട്ട് നോക്കി പഠിക്കുകയും കണ്ട് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്കില്ല് നമുക്ക് എങ്ങനെ ബ്രഷ് സ്ട്രോക്സ് കൊടുക്കണം, മുന്നേ ഒരു ഡ്രോയിങ് ചെയ്യാതെ തന്നെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളതിനുള്ള ഐഡിയ ഗ്രാജ്വലി കിട്ടും കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എത്രത്തോളം അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടാണ് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക. ഞാനിപ്പോൾ അത്ര നന്നായിട്ട് ഭയങ്കര നാച്ചുറലായിട്ടൊന്നും ചെയ്യുന്ന ഒരാളൊന്നുമല്ല.
നമ്മളിങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. ആ പൂ പിന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ നോക്കും, ഒരു ഫ്ലവർ ആണെങ്കിൽ അതിൻ്റെ ഡ്രോയിങ്സ് പിൻട്രസ്റ്റിലുണ്ടാവും, പെയിൻറ്റിങ്സ് ഉണ്ടാവും, അത് പോയി എടുത്ത് നോക്കും. അങ്ങനെയൊക്കെ കുറേ റെഫറൻസ് എടുത്തിട്ടും കണ്ടിട്ടും നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഫൈനലി അത് വരയ്ക്കാനുള്ള ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ബാക്ക് പോർഷനിൽ, ഇത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ബ്ലൗസാണ്, ബാക്ക് പോർഷനിൽ ആണ് ഈ ഒരു വാഗപ്പൂവ് 3 വരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ചെറിയ ബഡ് പോലത്തെ സാധനങ്ങളൊക്കെ ആ ഒരു കൊലയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം മതി നമുക്ക്. അപ്പോൾ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നെക്കിൽ ബാക്ക് സൈഡിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഷുഗർ ബീഡ് എടുത്തിട്ട് ഒരു 5 ബീഡ് ഇങ്ങനെ ചെരിച്ച് ആ ഒരു നെക്ക് ലൈനിൽ മൊത്തത്തിൽ ഇങ്ങനെ തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ നമ്മൾ കാര്യമായിട്ട് പണികളൊന്നും ചെയ്യുന്നില്ല. കാരണം ഹാൻഡ് പെയിൻറ്റിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൗസിലോട്ട് കൂടുതൽ ബീഡ് വർക്കൊന്നും ഇൻകോപ്പറേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇതതിന് മാത്രം അങ്ങനത്തെ ഒരു തുണിയല്ല, അതായത് ഒരു സിൽക്ക് ബ്ലൗസൊന്നുമല്ല, ഒരു നോർമൽ ഒരു കോട്ടൺ 2x2 തുണിയാണ്. പെയിൻറ്റ് ചെയ്യാൻ സുഖമുള്ള ടൈപ്പ് തുണിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇതാ ജസ്റ്റ് ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, ആരി വർക്കൊന്നുമല്ല, ജസ്റ്റ് നീഡിൽ ആൻഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഷുഗർ ബീഡ്. ഒരു 10 രൂപയുടെ ഒരു പാക്കറ്റ് ബീഡ് ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു വർക്കേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും കൊടുക്കണില്ല. അപ്പോൾ ഞാൻ ബ്ലൗസ് ഫുള്ളി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് ആ ഷോൾഡറിൻ്റെ റൈറ്റ് ഷോൾഡറിൻ്റെ അവിടെ കുറച്ചൊരു സ്പ്രെഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഒരു ഫ്ലവറും കൂടെ വരയ്ക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീഷനിലേക്ക് വരുള്ളൂ. അപ്പോൾ ഈ ബാക്കിൽ ഇപ്പോൾ നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ഫ്ലവറിൽ സെൻറ്ററിൽ കുറച്ച് ഒരു 5-6 ഷുഗർ ബീഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ കുത്തി തുന്നി കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു കംപ്ലീറ്റ് ലുക്കിന് വേണ്ടിയിട്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ വെയിലടിക്കുമ്പോൾ ഒരു ചെറിയ തിളക്കം, അങ്ങനത്തെ ഒരു സംഗതികൾക്ക് വേണ്ടിയിട്ട് ഒരു 4-5 ബീഡ് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ എപ്പോൾ നമ്മൾ ഈ ഡ്രോയിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുമ്പോഴും ഒരു ഓവർനൈറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ട് അതിന് ശേഷം നമ്മൾ ബാക്ക് സൈഡിൽ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഈ ഒരു ഭാഗത്തെ എവിടത്തെ റൈറ്റ് ഷോൾഡറിൽ ഈ ഡ്രോയിങ് കൊടുക്കണത് കേട്ടോ. അവിടെ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വൈറ്റ് ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു കുഞ്ഞൊരു ഔട്ട്ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കണ്ടോ, ഇത് നമുക്ക് മുന്നേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രോയിങ് അല്ല, കാരണം അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ സ്ലീവിലോട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഷോൾഡർ നെക്ക് അടിച്ച് മറിഞ്ഞ് പോകുന്ന ഭാഗത്ത് ആ ഒരു പെറ്റലിൻ്റെ പകുതി നമ്മൾ വരച്ചിട്ടുള്ളൂ, മൊത്തം നമുക്ക് വരയ്ക്കാൻ അവിടെ സ്പേസ് ഇല്ലല്ലോ ആ രീതിക്ക്. അപ്പോൾ ചില സാധനങ്ങൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയ്യാൻ പറ്റണതായിരിക്കും, ചിലത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നതിന് മുമ്പേ ചെയ്യാൻ പറ്റണതുണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കംഫേർട്ട് ഏതാണ് കൂടുതൽ ബെറ്റർ ആവുക എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ അടിയിൽ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതായത് താഴത്തേക്ക് ട്രാൻസ്ഫർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫ്രെയിമിലൊന്നും ഇടണമെന്നില്ല, മറ്റേ ഡ്രോയിങ്ങും ഫ്രെയിമിലിടാതെ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ മുന്നേ ചെയ്തപ്പോൾ ഫ്രെയിമിൽ ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രെയിമിലിടാതെ താഴെ ഇതുപോലെ നീറ്റായിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ. പ്രിൻസസ് കട്ടിൽ വരുന്ന ബ്ലൗസാണ്, താഴെ ബാൻഡും കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ. ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ്, ബാക്കിൽ നമ്മൾ ആ ബാക്കിലുള്ള ടക്ക് അടിച്ചപ്പോൾ ആ ഫ്ലവറിൻ്റെ ചെറിയ പോർഷൻ ഉള്ളിലേക്ക് പോയിട്ടോ, പക്ഷേ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വരുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ കൂടെയാണ് കേട്ടോ ഈ ബ്ലൗസ് പെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ബ്രിക്ക് റെഡ് കളറിലേക്ക് അതിൻ്റെ ഒരു കളർ ഷെയ്ഡ് ഡിഫറൻസിലാണ് ഇപ്പോൾ ഇതിനകത്തുള്ള ഫ്ലവേഴ്സ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾ ടുഗെദർ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല ഭംഗിയുള്ള ഒരു പാലക്കയുടെ ജ്വല്ലറിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആക്സസറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു കരിമണി മാലയോ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ ഇതെൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അവളുടെ അടുത്ത് 1-2 ഫോട്ടോസ് എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് ഞാനതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എങ്ങനെയുണ്ട് കാണാൻ, ഈ സെറ്റ് മുണ്ടും ബ്ലൗസ് കിട്ടി വരുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അതും കൂടി കിട്ടിയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു ക്ഷമ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ തന്നെ വോയിസ് കൊടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് പറയുക. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ഡിസൈൻസൊക്കെ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ട്രൈ ചെയ്യാനായിട്ട് ഡ്രോയിങ്സ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ 2x2 തുണിയോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. Please like and subscribe.